ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ഇറാൻ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ ഇറാനും ലോകശക്തി രാജ്യങ്ങളും ധാരണയിലെത്തി. ജനീവയിൽ നടന്നുവന്ന ചർച്ചയിൽ നിലവിലുള്ള യുറേനിയത്തിലെ 5% മാത്രമേ സമ്പുഷ്ടീകരിക്കാവൂ എന്ന് ഇറാൻ ഉറപ്പു നൽകി. പകരമായി ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധത്തിൽ ഇളവ് വരുത്താൻ ലോകശക്തി രാഷ്ട്രങ്ങൾ സമ്മതിച്ചു. ലോകസമാധാനത്തിനുള്ള ആദ്യ ചുവടുവയ്പ്പെന്ന് കരാറിനെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ വിശേഷിപ്പിച്ചു. ചരിത്രപരമായ അബദ്ധമാണെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. UN രക്ഷാസമിതി അംഗങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ചൈന, ഫ്രാൻസ് എന്നിവയും ജർമ്മനിയും ചേർന്ന ലോകശക്തി രാഷ്ട്രങ്ങൾ ഇറാനുമായി ജനീവയിൽ ദിവസങ്ങളായി നടത്തിവന്ന ചർച്ചയിലാണ് ഇറാൻ ആണവ പ്രതിസന്ധിക്ക് പരിഹാരമായത്. ധാരണ പ്രകാരം ഇറാൻ 6 മാസത്തേക്ക് എല്ലാ ആണവ പദ്ധതികളും നിർത്തിവെക്കും. ഇതനുസരിച്ചാകും സാമ്പത്തിക ഉപരോധത്തിൽ ഇളവനുവദിക്കുക. സൈനികേതരാവശ്യങ്ങൾക്കായി നിലവിൽ കൈവശമുള്ള യുറേനിയത്തിന്റെ 5% സമ്പുഷ്ടീകരണം നടത്താം. ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതോടെ ലോകശക്തി രാജ്യങ്ങൾ മരവിപ്പിച്ച $420 കോടി വിദേശ ബാങ്കുകളിലുള്ള ഫണ്ട് ഇറാന് ലഭിക്കും. പെട്രോളിയം, വിമാനഭാഗങ്ങൾ, ലോഹങ്ങൾ എന്നിവയുടെ വ്യാപാരവും പുനരാരംഭിക്കാം. ഇറാൻ വാക്കുപാലിച്ചാൽ മാത്രമേ ധാരണ നിലനിൽക്കൂവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ പറഞ്ഞു. ധാരണയെ ചരിത്രപരമായ അബദ്ധമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. זאת טעות היסטורית. היום העולם הפך למקום הרבה יותר מסוכן, משום שהמשטר המסוכן ביותר בעולם עשה צעד משמעותי להשגת הנשק המסוכן ביותר בעולם. בפעם הראשונה המעצמות המובילות בעולם ജനീവ ചർച്ചകളിലെ തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഊർജ്ജ സഹകരണം മെച്ചപ്പെടാൻ ധാരണ സഹായിക്കുമെന്ന് വിദേശകാര്യ വക്താവ് സെയ്ദ് അക്ബറുദ്ദീൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ആണവ പ്രശ്നത്തിൽ ഇറാനുമായി രൂപപ്പെട്ട കരാറിനോടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണം കരുതലോടെ. പതിറ്റാണ്ടുകൾക്കിപ്പുറം അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തി രാജ്യങ്ങൾ ഇറാനുമായി അടുക്കുന്നതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ മുഖ്യമായും വിലയിരുത്തുന്നത്. UAE ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും കരാറിനെ സ്വാഗതം ചെയ്തു. അന്തിമ കരാറിലേക്കുള്ള ഒരു ചുവടുവെപ്പായി ഇത് മാറട്ടെ എന്ന് ഇന്ന് ചേർന്ന UAE മന്ത്രിസഭാ യോഗവും പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ന് വെളുപ്പിന് ജനീവയിൽ ഇറാനുമായി വൻശക്തി രാജ്യങ്ങൾ ധാരണ രൂപപ്പെടുത്തിയ ഉടൻ തന്നെ വിവരം ഔദ്യോഗികമായി ഗൾഫ് രാജ്യങ്ങളെ വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കറി പോയ ദിവസം അബുദാബിയിൽ UAE നേതാക്കളുമായി നടത്തിയ ചർച്ചയിലും കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന സൂചനയാണ് നൽകിയിരുന്നത്. മേഖലയുടെ സുരക്ഷയ്ക്ക് കരാർ ഏറെ ഗുണം ചെയ്യുമെന്നാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് ഉറപ്പു നൽകുന്നത്. അതേസമയം ഇറാൻ ആണവ പദ്ധതിക്കുമേൽ കൃത്യമായ നിരീക്ഷണം ഉറപ്പാക്കുമെന്നും US നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഉടൻ യോഗം ചേർന്ന് ഇറാൻ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നാണ് സൂചന. രാഷ്ട്രീയമായി കരാറിന് അത്ര താൽപര്യത്തോടെയല്ല ഗൾഫ് രാജ്യങ്ങൾ വീക്ഷിക്കുന്നതെങ്കിലും വാണിജ്യ മേഖലയിൽ ഇത് ഗുണപരമായ മാറ്റങ്ങൾക്ക് പാതയൊരുക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. നേരത്തെ പ്രതിവർഷം $24 ബില്യൺ വ്യാപാരമാണ് UAE മാത്രം ഇറാനുമായി നടത്തിവന്നത്. എന്നാൽ ഉപരോധവും മറ്റും കാരണം ഇത് $4 ബില്യണിലേക്ക് മൂക്കുകുത്തി. ഉപരോധത്തിൽ അയവ് ഉറപ്പായതോടെ രണ്ടിടങ്ങളിലെയും വാണിജ്യ കേന്ദ്രങ്ങൾ ആഹ്ലാദത്തിലാണ്. ഇറാൻ ആണവ പ്രശ്നത്തിൽ യുദ്ധത്തിന്റെ സാഹചര്യം മാറിയതിനാൽ ഇറാനിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും പ്രവാസികൾ ഉൾപ്പെടെ സാധാരണ മനുഷ്യരും സംതൃപ്തിയിലാണ്. ഇറാനുമായി രൂപപ്പെട്ട കരാറിനെ സ്വാഗതം ചെയ്യുകയാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. അതേസമയം 3 പതിറ്റാണ്ടിനിപ്പുറം ഇറാനുമായി വൻശക്തി രാജ്യങ്ങൾ കൈകോർക്കുന്നതിനെ ആശങ്കയോടുകൂടിയാണ് ഈ രാജ്യങ്ങൾ വിലയിരുത്തുന്നതും. MCA നാസർ, മീഡിയ 1, ദുബായ്. സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മോടൊപ്പം 3 വിദഗ്ധരായ വിദേശകാര്യ വിദഗ്ധരാണുള്ളത്. ഒന്ന് ഡോക്ടർ PJ വിൻസെന്റ് ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട്. അതുപോലെ തന്നെ TP ശ്രീനിവാസൻ, നവാസ് നിസാർ എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതിനു മുമ്പ് ആദ്യം ഇറാന്റെ ആണവ പദ്ധതി സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ, അതിന്റെ പ്രതിസന്ധികൾ സംബന്ധിച്ച ചരിത്രത്തിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ജനുവരി 2002 അന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ഇറാൻ, ഇറാഖ്, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ തിന്മയുടെ അച്ചുതണ്ടുകളാണെന്ന് പ്രഖ്യാപിച്ചത്. ഇത് വ്യാപക പ്രതിഷേധമുയർത്തി. 2002 സെപ്റ്റംബറിൽ ഇറാന്റെ ആദ്യ ആണവ റിയാക്ടർ ബൂഷഹറിൽ റഷ്യൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ നിർമ്മാണം തുടങ്ങി. 2003 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരാഴ്ചത്തെ അന്തിമ സമയപരിധി നിർണയിച്ചു.
2003 നവംബറിൽ ഇറാൻ യുറേനിയൻ സമ്പുഷ്ടീകരണം പദ്ധതി നിർത്തിവെച്ചു. IAEA പരിശോധനയിൽ ആണവായുധത്തെക്കുറിച്ച് തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല. 2004 നവംബറിൽ യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി പുനരാരംഭിക്കുകയാണ് ഉണ്ടായത്. 2005 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി പുനരാരംഭിച്ചു. ഇറാന്റെ നടപടി NPTയുടെ ലംഘനമാണെന്ന് IAEA പ്രഖ്യാപിക്കുകയും ചെയ്തു. 2006 ജനുവരിയിൽ നഥാൻസ് ആണവ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങി. 2006 ഏപ്രിലിൽ നഥാൻസ് ആണവ കേന്ദ്രത്തിന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചു. 2006 ആഗസ്റ്റ് 31 ഇറാനെതിരെ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ അന്ത്യശാസനം. 2006 ഡിസംബറിൽ UN സെക്യൂരിറ്റി കൗൺസിൽ ഇറാനുമായുള്ള വ്യാപാരത്തിന് ഉപരോധം പ്രഖ്യാപിക്കുന്നു. 2007 ജനുവരിയിൽ വ്യാവസായികമായി ആണവോർജ്ജം നിർമ്മിക്കാൻ ഇറാൻ ശേഷി നേടിയതായി പ്രസിഡന്റ് അഹമ്മദി നജാദിന്റെ പ്രഖ്യാപനം. ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതികരണങ്ങളുണ്ടായി. 2007 മെയ്യിൽ ഇറാൻ സമീപ ഭാവിയിൽ തന്നെ ആണവായുധം നിർമ്മിക്കുമെന്ന് IAEAയുടെ മുന്നറിയിപ്പ്. 2007 ജൂണിൽ ഉപരോധത്തെ തുടർന്ന് ഇറാനിൽ ശക്തമായ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായി. അറാഖ് ന്യൂക്ലിയർ പ്ലാന്റിൽ IAEAയുടെ പരിശോധനയ്ക്കായി തുറന്നുകൊടുത്തു. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധം ശക്തമാക്കി. 2008 ഫെബ്രുവരിയിൽ ഇറാൻ പുതിയ ദീർഘദൂര മിസൈൽ പരീക്ഷണം നടത്തി. ഇതിന്റെ പരിധിയിൽ ഇസ്രായേലും ഉൾപ്പെടുമായിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ ഉപരോധം ഇതോടെ ശക്തമാക്കി. ഇറാന്റെ ദീർഘദൂര മിസൈൽ ഷബാബ് 3 വിജയകരമായി പരീക്ഷിച്ചു. ഇതിനെതിരെ ഇസ്രായേലിന്റെ പ്രതികരണം ശക്തമായിരുന്നു. 2008 ഫെബ്രുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ വിജയത്തിൽ ഇറാന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇറാനുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഒബാമ പ്രഖ്യാപിക്കുന്നു. 2009 അമേരിക്കയുമായി പരസ്പര ബഹുമാനത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. ഇസ്രായേലിനെ ഭേദിക്കാവുന്ന പുതിയ മിസൈൽ പരീക്ഷണം കൂടി ഇറാൻ നടത്തി. ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളുകയാണ് ചെയ്തത്. 2011 ഇറാൻ രഹസ്യമായി ആണവായുധം ആർജിക്കാനുള്ള ശ്രമത്തിലാണെന്ന് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗം വിവരം നൽകി. 2012 ഇറാന്റെ എണ്ണ വിപണി യൂറോപ്യൻ യൂണിയൻ വിലക്ക് ഏർപ്പെടുത്തുന്നു. ഇറാനുമായി ചർച്ചയ്ക്ക് അന്താരാഷ്ട്ര ശക്തികൾ തയ്യാറാവുകയും ചെയ്തു. 2013 ഫെബ്രുവരിയിൽ 6 അന്താരാഷ്ട്ര ശക്തികൾ, അതായത് UN സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗങ്ങളും ജർമ്മനി സംയുക്തമായി ചേർന്ന് നടത്തിയ ചർച്ച തീരുമാനമെടുക്കാതെ അവസാനിക്കുന്നു. 2013 സെപ്റ്റംബറിൽ ഇറാന്റെ പുതിയ പ്രസിഡന്റ് ഹസൻ റുഹാനി അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുമായി ചർച്ച നടത്തും. 6 അന്താരാഷ്ട്ര ശക്തികൾ ഇറാനുമായി ചർച്ച വീണ്ടും പുനരാരംഭിക്കുന്നു ജനീവയിൽ. 2013 നവംബറിൽ ആണവ പദ്ധതികൾ താൽക്കാലികമായി മരവിപ്പിക്കാൻ ചർച്ചയിൽ ധാരണയാകുന്നു. പകരം ഇറാന്റെ മേലുള്ള ഉപരോധം അവസാനിക്കുകയും ചെയ്തു. ഇതാണ് ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ചരിത്രപരമായ നാഴികക്കല്ലുകൾ. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഡോക്ടർ PJ വിൻസെന്റ്. വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഇറാന്റെ ഭാഗത്തു നിന്നും, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും, അമേരിക്കയുടെ ഭാഗത്തു നിന്നും. ചരിത്രപരമായ ഒരു ധാരണ, ഒരു കരാർ എന്ന് പലരും വിശേഷിപ്പിക്കുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു ഈ പ്രഖ്യാപനത്തെ? നിലവിലുള്ള അവസ്ഥയിൽ വലിയ ഒരു മാറ്റം ഈ കരാർ ഉണ്ടാക്കും എന്ന് കരുതുക വയ്യ. കാരണം ഇസ്രായേലുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ജോൺ കെറിയുടെ റെസ്പോൺസ് പോലും വരുന്നത്. ഇറ്റ് വിൽ മേക്ക് അവർ പാർട്ട്നേഴ്സ് ഇൻ ദ റീജിയൻ സേഫർ, ഇറ്റ് വിൽ മേക്ക് ഇസ്രായേൽ മോർ സേഫർ. അതാണ് ജോൺ കെറിയുടെ കമൻറ്റ്. അപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വിഷയത്തെ, ഇസ്രായേലിൻ്റെ സുരക്ഷിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അമേരിക്കയും ഒരുപക്ഷെ ഈ പഞ്ചമഹാശക്തികളും ഈ പ്രശ്നത്തെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, ഇറാൻ 1967 അവരുടെ ആണവ പദ്ധതി, ഇറാൻ ന്യൂക്ലിയർ പ്ലാന്റ് ആരംഭിച്ചതാണ്. 68 NPTയിൽ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടു. 1970 അവർ റാറ്റിഫൈ ചെയ്തു. അപ്പോൾ 1979 വരെയുള്ള ഇറാൻ്റെ ആണവ പദ്ധതിക്ക് സാങ്കേതികവിദ്യയും സഹായവും ചെയ്തത് അമേരിക്കയാണ്. ധാരാളം എനർജി സോഴ്സസ് ഉള്ള ഇറാന് ആണവ ഇന്ധനം ആവശ്യമുണ്ടോയെന്നുള്ള ചോദ്യം അന്ന് പാശ്ചാത്യ ശക്തികളൊന്നും ഉയർത്തിയില്ല. എന്നാൽ ഇസ്ലാമിക റവല്യൂഷന് ശേഷമാണ് ഇറാൻ്റെ ആണവ പദ്ധതികളെ അവർ നിരീക്ഷിക്കുവാനും ഇസ്രായേലുമായി ബന്ധപ്പെടുത്തി, ഇസ്രായേലിനെ സുരക്ഷിതവുമായി ബന്ധപ്പെടുത്തി അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത്. നിലവിലിപ്പം 2011 സെപ്റ്റംബർ 12 ബുഷ്കർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ചു. നവംബറിൽ തന്നെ IAEA റിപ്പോർട്ട് കൊടുത്തു, ആണവായുധം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പരീക്ഷണങ്ങളും ഗവേഷണവും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാന് അധികം താമസിയാതെ ആണവായുധം നേടാൻ പറ്റുമെന്ന് പറഞ്ഞു.
പക്ഷേ ഉടനടി ഒരു നടപടിയിലേക്ക് പോകാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മേഖലയിൽ റഷ്യയുമായി സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ്റെ ആണവ പദ്ധതികളും അവരുടെ നയതന്ത്രപരമായ നീക്കങ്ങളെല്ലാം റഷ്യയുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇറാനെ ആക്രമിച്ച് കീഴടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. യുദ്ധത്തിലൂടെ പ്രശ്നപരിഹാരം അസാധ്യമായപ്പോൾ നയതന്ത്ര നീക്കമല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ വന്നിട്ടുള്ള അമേരിക്കൻ സെനറ്റർ അദ്ദേഹം സൂചിപ്പിച്ചെന്താ വെച്ചാൽ നിലവിൽ ലോകത്തിലെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം അതിൻ്റെ ഒരു ലീഡിംഗ് സ്റ്റേറ്റാണ് ഇറാൻ. അങ്ങനെ ലോകത്തെമ്പാടും ഭീകരത കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള ഇറാന് കോസ്മെറ്റിക് കൺസെഷൻസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. തൊലിപ്പുറത്തുള്ള ചില്ലറ പരിഷ്കാരങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് $7 ബില്യൺ ആനുകൂല്യമാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ രൂപത്തിലൊരു കരാറുണ്ടാക്കിയതിൽ അർത്ഥമില്ല എന്നുള്ള പ്രതികരണം അവിടുന്ന് വന്നു. അതിനർത്ഥം അമേരിക്കൻ കോൺഗ്രസിൽ ഉടനെ തന്നെ കൂടുതൽ ഉപരോധത്തിനുള്ള ഒരു ബിൽ വരാൻ പോകുന്നു എന്നാണോ? അതിന് സാധ്യതയില്ല. കാരണം ഉപരോധത്തിലൂടെ ഒരു പരിഹാരം 1995 മുതൽ ആരംഭിച്ച ഉപരോധം ഇതുവരെ ഫലം കണ്ടിട്ടില്ല. ഇറാൻ്റെ ആണവ നയത്തിൽ ക്രിയാത്മകമായ മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ അവർ ഇപ്പോൾ തന്നെ ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ ഇപ്പം ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള റിയാക്ടറിൻ്റെ പ്രവർത്തനം കുറയ്ക്കുക. അങ്ങനെ ചില ശരിക്കും കോസ്മെറ്റിക് കൺസെഷൻസ് മാത്രമേ ഉണ്ടാക്കി. തിരികെ താങ്കളിലേക്ക് ടി പി ശ്രീനിവാസൻ, ആദ്യം ഈ ധാരണ ഉണ്ടാകുമ്പോൾ ഇതിന് അംഗീകാരം നൽകേണ്ടത് രണ്ട് കക്ഷികളാണ്. ഒന്ന് അമേരിക്കൻ കോൺഗ്രസും, രണ്ട് ഇറാനിലെ ആയത്തുള്ളയും. ഇവർ രണ്ടുപേരും ഈ പുതിയ ധാരണയെ അംഗീകരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിലെന്തെങ്കിലും ഇപ്പോഴുണ്ടായ ധാരണയിൽ 6 മാസം കഴിഞ്ഞ് അതിൻ്റെ ഇടക്കാല സമയപരിധി കഴിഞ്ഞ് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതൊന്നും ഇപ്പോൾ നിശ്ചയിക്കാൻ കഴിയുകയില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. 2002 മുതൽ 2004 വരെ ഞാൻ പേഴ്സണലായിട്ട് അറ്റോമിക് എനർജി ഏജൻസിയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. 2004 ഞാൻ വിടുന്നത് വരെ ഒരു തരത്തിലുള്ള ധാരണയ്ക്കും സാധ്യതകളുണ്ടായിരുന്നില്ല. അതിനുശേഷം 2013 ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ടല്ല ഈ 6 രാജ്യങ്ങളും ഇറാനുമായി ചർച്ചകൾ നടത്തുന്നത്. ചർച്ചകൾ നടന്നുകൊണ്ടേയിരുന്നു. അത് തന്നെയല്ല, അറ്റോമിക് എനർജി ഏജൻസി പലതവണ അവിടെ നിരീക്ഷണത്തിന് പോവുകയുണ്ടായി, അവർ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയുണ്ടായി. എന്താണ് അതിൽ നിന്നുണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാര്യം? ആരും ഇറാൻ ഒരു ആണവ ആയുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തെളിവുകൾ മുന്നോട്ട് വച്ചിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ സമാധാനപരമായ മാത്രമല്ല ഇറാൻ്റെ നടപടികൾ എന്ന് ഐക്യരാഷ്ട്ര സംഘടന അറ്റോമിക് എനർജി ഏജൻസി വീണ്ടും റിപ്പോർട്ടുകൾ പറയുകയുണ്ടായി. ഇങ്ങനെയുണ്ടായൊരു സ്ഥിതിവിശേഷത്തിലാണ് ഈ ചർച്ചകൾ തുടർന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അതോടുകൂടി ആ സാഹചര്യം വലുതായി മാറിക്കഴിഞ്ഞു. ഇതുവരെ ആ 6 രാജ്യങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ പോലും അമേരിക്കയും ഇറാനുമായി നേരിട്ടുള്ള സംഭാഷണങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് റുഹാനി വന്നതിന് ശേഷം ഇറാനിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ ബറാക്ക് ഒബാമയുടെ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആഗ്രഹവും ചേർന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചെറുതെങ്കിലും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്കിപ്പോഴും പറയാൻ സാധ്യമല്ല. ഇറാൻ $7 ബില്യൺ കൺസെഷൻ കിട്ടി എന്ന് പറയുന്നു. അതെങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുവേ ഇത് അവരുടെ തന്നെ അസറ്റ്സ്, അവരുടെ തന്നെ പണം അമേരിക്കൻ ബാങ്കുകളിലുള്ളത് ചില പ്രത്യേക പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ സാങ്ഷൻസ് തുടരും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചന. ടി പി ശ്രീനിവാസൻ, തിരികെ താങ്കളിലേക്ക്. നവാസ് നിസാർ, ഇന്നത്തെ ധാരണ ആദ്യമായി പ്രതിഫലിക്കുക ഇറാന്റെ ആഭ്യന്തര രംഗത്ത് തന്നെയാണ്. ആഭ്യന്തര രാഷ്ട്രീയത്തിലും ആഭ്യന്തരമായ സാമ്പത്തിക രംഗത്തും. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നമുക്കറിയാം ഇറാനിൽ 2 വിഭാഗങ്ങൾ, 2 ധാരകളുണ്ട്. ഒന്ന്, വളരെ തീവ്രമായി ചിന്തിക്കുന്ന, അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന 1979 വിപ്ലവത്തിൻ്റെ പിന്തുടർച്ചാവകാശികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വിഭാഗം. മറുവിഭാഗം ലോകത്തോട് കൂടുതൽ ജനലുകളും വാതിലുകളും തുറന്നിട്ടുകൊണ്ട് കൂടുതൽ ചർച്ചകൾക്കും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിനും സാഹചര്യം ഒരുക്കണമെന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന മറ്റൊരു വിഭാഗം. ഈ 2 വിഭാഗങ്ങൾക്കിടയിൽ എന്ത് മാറ്റങ്ങളാണ് ഈ പുതിയ ധാരണ ഉണ്ടാക്കുക? പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് ഇറാനിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ വിജയമാണ്. മാത്രമല്ല, ഇറാനിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഹസൻ റുഹാനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ആയാത്തുള്ള കൊടുത്തു എന്നുള്ളത് തന്നെ. ആയാത്തുള്ളയുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ആശീർവാദമില്ലാതെ ഹസൻ റുഹാനി ഒബാമയെ ഫോണിൽ വിളിക്കുമെന്നോ അല്ലെങ്കിൽ മുഹമ്മദ് ജവാദ് ജനീവയിൽ പോകുമെന്നോ നമുക്ക് വിശ്വസിക്കാൻ തരമില്ല.
അപ്പോൾ ഇറാനിലെ ധാരകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമെങ്കിലും ഇറാനിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഡീലാണിത്. അതുമാത്രമല്ല, ഇന്ന് ആ മുഹമ്മദ് ജവാദിൻ്റെ ചിരി വളരെ അർത്ഥവത്തായൊരു ചിരിയായിരുന്നു. കാരണം ലോകത്ത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ പ്രസക്തമായൊരു കാര്യം, ലോകത്ത് ഇന്ന് നിലവിലുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം നയതന്ത്ര പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ. ഏകദേശം 1500-2000 വർഷത്തോളം പഴക്കമുണ്ട് ഇറാൻ്റെ നയതന്ത്ര ചരിത്രത്തിന്. അപ്പോൾ അവരുടെ ആ ഒരു നയതന്ത്ര പാരമ്പര്യം ആയിരിക്കും അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ നയിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ആഭ്യന്തരപരമായ ഒരു ഭിന്നിപ്പ് ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത് ഇറാൻ അനുകൂലമായൊരു ഡീലാണ്. കാരണം ഡോക്ടർ വിൻസെൻ്റ് സാറ് പറഞ്ഞതുപോലെ വളരെ കോസ്മെറ്റിക്കായ കൺസെഷൻ അല്ലെങ്കിൽ വളരെ കോസ്മെറ്റിക്കായ കാര്യങ്ങൾ മാത്രമേ ഇറാൻ ചെയ്തു കൊടുക്കുന്നുള്ളൂ. മാത്രമല്ല, ഇന്ന് ന്യൂയോർക്ക് ടൈംസിൽ ചില സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് 2009 2000 കിലോ സമ്പുഷ്ട യുറേനിയം ഉണ്ടായിരുന്ന ഇറാൻ്റെ കയ്യിൽ ഇന്ന് 9000 കിലോ സമ്പുഷ്ട യുറേനിയം ഉണ്ട്. അതുപോലെ 1000 ചില്ലാനം മാത്രം സെൻട്രിഫ്യൂഗൽ ഉപകരണങ്ങൾ ഉണ്ടായിരുന്ന ഇറാൻ്റെ കയ്യിൽ ഇന്ന് 18000 ഉണ്ട്. അപ്പോൾ ഇത് ഇന്നുണ്ടായിരിക്കുന്ന ധാരണ എന്ന് പറയുന്നത് ഇസ്രായേലും സൗദി അറേബ്യയും ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ആവശ്യമായിരുന്നു. അത് അങ്ങനെ ഒരു സൂക്ഷ്മത കലർന്ന ഒരു ശുഭപ്രതീക്ഷ മാത്രമേ ഈ ധാരണ അർഹിക്കുന്നുള്ളൂ. എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടുപേരും പറഞ്ഞതുപോലെ കാര്യമാത്ര പ്രസക്തമായ അല്ലെങ്കിൽ വളരെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള യാതൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇത് ഉപരോധങ്ങളുടെ പരാജയമാണ്. ഉപരോധം എന്നത് ഒരു നയതന്ത്ര കോഹേഴ്സീവ് ഡിപ്ലോമസി ടാക്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു നയതന്ത്ര ബലപ്രയോഗത്തിൻ്റെ ഉപകരണം എന്നുള്ള നിലയിൽ ഉപരോധങ്ങളുടെ ഒരു പരാജയമാണ്. ഉപരോധം നേരിടുന്ന രാജ്യത്തിന് ശക്തിയുണ്ടെങ്കിൽ ഈ ഉപരോധങ്ങൾ ഫലം ചെയ്യില്ല എന്നൊരു മെസ്സേജ് ഇന്നത്തെ ധാരണ തരുന്നുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ധാരണയ്ക്ക് അമേരിക്കയിലെ പെൻറ്റഗണിൻ്റെ പിന്തുണയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പിന്തുണ കിട്ടാൻ കാരണം അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ പിന്തുണ വേണം. പക്ഷേ ഇസ്രായേലിന് ഒരു കാര്യമായ സൈനിക നടപടി എടുത്ത് വിജയിക്കാൻ ശക്തിയുണ്ടെന്ന് സത്യത്തിൽ ഇപ്പോൾ അമേരിക്ക വിശ്വസിക്കുന്നില്ല. കാരണം 2006 ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നടന്ന ഇസ്രായേൽ ലെബനാനിൽ നടത്തിയ സൈനിക ഇടപെടൽ അത് ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങളിലുള്ള ലോകത്തിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ക്രെഡിബിലിറ്റിയെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പറയുന്നത് പലതും പ്രവർത്തിക്കാനുള്ള ശക്തി ഇസ്രായേലിനില്ല, അല്ലെങ്കിൽ അത് നേരിടാനുള്ള ശക്തി ഇറാനുണ്ട്. മാത്രമല്ല 2014 അഫ്ഗാനിസ്ഥാനിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു ഫേവറബിളായ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഫേവറബിളായ ഒരു ഇടപെടൽ ഇറാൻ്റെ സൈഡിൽ നിന്നും വേണ്ടി വരും. അങ്ങനെ ആയാൽ മാത്രമേ പാകിസ്ഥാൻ തിരികെ എത്താൻ താങ്കൾക്ക് നവാസ് നിസാർ. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇത് തൊലിപ്പുറമേയുള്ള ചില ഇളവുകൾക്ക് മേൽ ഉപരോധത്തിൽ ഇളവുകൾ നൽകുകയാണ്. ഇത് ഇറാൻ്റെ ഒരു നയതന്ത്ര വിജയമായി പലരും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അമേരിക്കയും ഇറാനും അവരുടെ സൈദ്ധാന്തികവും ആദർശപരവുമായ ഭിന്നതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു സൂചന ഇവിടെയുണ്ട്. ഇത് ലോക രാഷ്ട്രീയത്തെ കാര്യമായി സ്വാധീനിക്കുമെന്നും ഉറപ്പാണ്. സിറിയൻ വിഷയത്തിൽ ഏറ്റവും അടുത്ത് ഇത് പ്രതിഫലിക്കുക സിറിയയിലായിരിക്കും. കാരണം സിറിയയിൽ ഇറാൻ ഒരു സ്റ്റേക്കുണ്ട്, ഒരു പങ്കാളിയാണ് ഇറാൻ ആ വിഷയത്തിൽ, ആ പ്രശ്നത്തിൽ. സിറിയയിൽ ഇതെങ്ങനെയാവും ഈ ധാരണ പ്രതിഫലിക്കുക? സിറിയക്ക് അനുകൂലമായിട്ട്, അസദിൻ്റെ ഭരണകൂടത്തിന് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത. യഥാർത്ഥത്തിൽ ഇത് ഇറാൻ്റെ വിജയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ രൂപത്തിൽ ഒരു വിജയം കൈവരിക്കാൻ ഇറാനെ സഹായിച്ചത് പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടു വന്ന സവിശേഷമായ ബന്ധങ്ങളാണ്. അവിടെ റഷ്യയുടെ ഉയർപ്പ് ഒന്നാമത്തെ ഘടകം. 2, റഷ്യ, ഇറാൻ, സിറിയ ഈ 3 രാജ്യങ്ങൾ ചേർന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു അച്ചുതണ്ട് പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ പലപ്പോഴും ഒരു വറചട്ടിയാണ് പശ്ചിമേഷ്യയിൽ. പക്ഷേ സൗദി അറേബ്യ, ഇറാൻ, അമേരിക്ക ഈ രാജ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യശക്തി. അമേരിക്കയുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് എന്ന സ്റ്റാറ്റസിൽ നിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ സൗദി അറേബ്യയും ഇസ്രായേലും ഇന്ത്യയും താല്പര്യങ്ങൾ അമേരിക്കയ്ക്ക് സംരക്ഷിക്കണം. എന്നാൽ ഇറാൻ പ്രശ്നത്തിലും സിറിയൻ പ്രശ്നത്തിലും ഇസ്രായേലിൻ്റെയും
അതുപോലെ സൗദി അറേബ്യയുടെയും നിലപാടുകൾക്ക് സംരക്ഷിക്കുവാനോ അതിനൊപ്പം നിൽക്കുവാനോ അമേരിക്ക സാധിച്ചിട്ടില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ അവിടെ ഇറാനും സിറിയയും റഷ്യയുടെ കൂടെ നിൽക്കുന്നു. റഷ്യയുടെ ഈ രാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഒരു റീജിയണൽ സൂപ്പർ പവർ എന്ന നിലയ്ക്കെങ്കിലും റഷ്യക്ക് കഴിയുകയും ചെയ്തു. അപ്പോൾ റഷ്യയുടെ ഉയിർപ്പ് ആഗോള പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ എങ്കിലും അമേരിക്കയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പറ്റാത്ത ഒരു അന്താരാഷ്ട്ര സാഹചര്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇറാനുമായി പരിമിതമായ തോതിലെങ്കിലും കൺസെഷനുകൾ കൊടുത്തിട്ട് ഒരു ധാരണയിൽ എത്തുകയല്ലാതെ അമേരിക്കയ്ക്ക് മറ്റു മാർഗ്ഗങ്ങളില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇറാൻ്റെ വിജയമായി കാണുമ്പോൾ തന്നെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മാറ്റവും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള റഷ്യയുടെ ഇടപെടലും പ്രധാനമാണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. അത് 1998 റിച്ചാർഡ് ബട്ട്ലർ ഇറാഖിൽ പരിശോധന നടത്തിയിട്ട് അവിടെ കെമിക്കൽ വെപ്പൺസ് ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ് എന്ന് പറയുന്ന സൈനിക നടപടി തുടങ്ങാൻ അമേരിക്ക തയ്യാറായി. എന്നാൽ 2011 സെപ്റ്റംബറിൽ ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷി ഇറാൻ നേടിയിരിക്കുന്നു എന്ന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി റിപ്പോർട്ട് കൊടുത്തിട്ട് അമേരിക്കയ്ക്ക് അവിടെ ആക്രമിക്കാൻ പോയിട്ട് ഉപരോധം ശക്തിപ്പെടുത്താൻ പോലും സാധിച്ചില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ശേഷി നിർണായകമായി ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ലഘൂകരണം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. തിരികെ താങ്കളിലേക്ക് ഡോക്ടർ ടി.പി. ശ്രീനിവാസൻ, ഇവിടെ പി.ജെ. വിൻസെന്റ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു നയതന്ത്ര മേൽക്കൈ ഇറാന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുപോലെ അമേരിക്കയുടെ ഇടപെടൽ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, മുൻപ് ഇവിടെ ചർച്ചയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യം, ഇറാന് കക്കാനുള്ള ശേഷിയുണ്ട്, പക്ഷേ കളവ് നടത്തിയിട്ടില്ല. കക്കാനുള്ള ശേഷിയുള്ളതിനാൽ ഒരു കരുതൽ തടങ്കൽ എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ ഈ ഉപരോധം ഏർപ്പെടുത്തിയത്. അത്രമാത്രം ദുർബലമായിരുന്ന ഇറാനെ ഈ 10 വർഷം ഉപരോധത്തിൽ ഏർപ്പെടുത്തിയ ശേഷം ഇപ്പോൾ സൗഹൃദം ഭാവിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും. ഇസ്രായേൽ തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചരിത്രപരമായ അബദ്ധം എന്നാണ് ബെന്യാമിൻ നെതന്യാഹു ഈ ധാരണയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഉണ്ടാവുക? ഇസ്രായേൽ ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ഇറാനുമായി അടുക്കാൻ ശ്രമിക്കുന്നു. ഇറാന്റെ പരമ്പരാഗത വൈരികളായ സൗദി അറേബ്യ, അതും അമേരിക്കയുടെ ഒരു സഖ്യരാഷ്ട്രമാണ്, ചങ്ങാതി രാഷ്ട്രമാണ്. ഇനി ഏതു തരം രാഷ്ട്രീയ സമവാക്യമായിരിക്കും പശ്ചിമേഷ്യയിൽ രൂപം കൊള്ളുക? ഇത് ഇറാൻ്റെ ഒരു വിജയമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ സാങ്ഷനിൽ നിന്ന് മാറ്റം കിട്ടാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള സൗജന്യങ്ങളും നൽകുകയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ മുമ്പുള്ളവർ പറഞ്ഞതുപോലെ സാങ്ഷന് വിജയം ഉണ്ടായില്ല, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ സാങ്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇറാന് അമേരിക്കയുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. അവർക്ക് ആ പ്രഷർ ഉണ്ടായിരുന്നുള്ളത് തീർച്ചയായും നമുക്ക് കാണാവുന്നതാണ്. 1998 നമ്മുടെ ആണവായുധ പരീക്ഷണത്തിന് ശേഷം വന്ന സാങ്ഷൻസ് നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. അത് എത്രമാത്രം നമ്മുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും അതെങ്ങനെ ബാധിച്ചു എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇറാൻ ബന്ധങ്ങളിൽ പോലും ഈ സാങ്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഇത് സാങ്ഷൻ്റെ ഫെയിലിയറാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. യഥാർത്ഥത്തിൽ സാങ്ഷൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തേത്, അപ്പോൾ $7 ബില്യൺ കൺസെഷൻ ഉണ്ടായി എന്നുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമായി അവർ കണക്കാക്കുന്നു എന്നുള്ളതാണ് സത്യം. NPT-യുടെ അംഗമായതുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൂടാ എന്നില്ല. പക്ഷേ നടത്തുന്നത് 5% കൂടുതലാകരുത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതൊരു 5% കൂടുതൽ ചെയ്തിരുന്നു എന്ന് അറ്റോമിക് എനർജി ഏജൻസി പലതവണയും സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുക. അതുപോലെ നറ്റാൻസിലും ഫോഡോയിലും ദിവസവും ആക്സസ് കൊടുക്കാൻ പോണു. എന്നും ആർക്ക് വേണമെങ്കിലും അവിടെ എത്താം. അതുപോലെ അറാഖ് പ്ലാന്റ്, അവിടെ പ്ലൂട്ടോണിയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്ന് സംശയിക്കപ്പെടുന്ന അറാഖ് പ്ലാന്റിലെ ജോലി മുഴുവനായിട്ട് നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വെറും തുലപ്പുറത്തെ സൗജന്യങ്ങൾ മാത്രമല്ല ഇറാൻ നൽകിയിട്ടുള്ളത്. ഇറാൻ സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള കൺസെഷൻസ് നൽകിയിരിക്കുന്നു. പക്ഷേ അത് അവർ പറയുന്നതിനകത്ത് തന്നെയാണ്. അവരെപ്പോഴും പറഞ്ഞിരുന്നത് ഇത് സമാധാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ടി.പി. ശ്രീനിവാസൻ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇറാൻ അവർ നേരിട്ട് കൊണ്ടിരുന്ന ഉപരോധം കൊണ്ടാണ് ഇത്തരം ഒരു ധാരണയിലെത്താൻ നിർബന്ധിതരായത് എന്ന് താങ്കൾ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ ജനീവ ചർച്ചയിൽ ലോക രക്ഷാസമിതി, UN രക്ഷാസമിതി അംഗങ്ങൾക്കൊപ്പം ജർമ്മനിയും പങ്കാളിയായിരുന്നു. ജർമ്മനിയുടെ ഇക്കാര്യത്തിലെ പങ്കാളിത്തം പ്രാധാന്യമുള്ളതാവുന്നത് ഇറാന്റെ ആണവ പദ്ധതികളിൽ ജർമ്മനിക്ക് നിക്ഷേപങ്ങളോ താല്പര്യങ്ങളോ ഉണ്ട്. ജർമ്മനി അതിൽ ഏതോ അർത്ഥത്തിൽ പങ്കാളിയാണ്. അപ്പോൾ ജർമ്മനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സമ്മർദ്ദം കൂടി ജനീവ ചർച്ചയെ ബാധിച്ചിട്ടുണ്ടാകില്ലേ?
പക്ഷെ ജർമ്മനി ഇത് ആദ്യമായിട്ടല്ലല്ലോ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഞാൻ വിയന്നയിലുണ്ടായിരുന്ന കാലത്തും 2002 മുതൽ 2004 വരെ അന്നും ജർമ്മനി ഇതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ജർമ്മനിയുടെ ഇതിലെ പങ്കാളിത്തം പല കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത് ഇറാനും ജർമ്മനിയുമായിട്ട് വളരെ പഴയ ചരിത്രപ്രധാനമായ ബന്ധങ്ങളുണ്ട്. അതുപോലെ വ്യാപാര കാര്യങ്ങളിൽ അവർ തമ്മിൽ വലിയ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ജർമ്മനിയെ കൂടെ ഇവരിതിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ അത് പക്ഷേ ജർമ്മനി ഇതിലേക്ക് വന്നത് പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ സാങ്ഷൻസ്, ഈ ഉപരോധത്തിന് ജർമ്മനി പണ്ടും സഹായം നൽകിയിരുന്നു, അവർക്ക് നഷ്ടങ്ങളുണ്ടായിട്ട് പോലും. പിന്നെ ഇസ്രായേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നതിന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇസ്രായേലിൻ്റെ സമ്മതമില്ലാതെ അമേരിക്ക ഒരു കാലത്തും ഇറാനുമായി ഒരു കരാറിന് മുതിരുകയില്ല. അതേസമയത്ത് ഇസ്രായേലിന് അത് സമ്മതിക്കാനും നിർത്തിയില്ലല്ലോ. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനാണ് ഏറ്റവും വലിയ ഭീകരവാദമുള്ള രാജ്യമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭീകരവാദമുള്ള രാജ്യം, ഇസ്രായേൽ തുടരുത് എന്ന് ആഗ്രഹിക്കുന്ന രാജ്യം ആണവായുധത്തിലേക്ക് നീങ്ങുന്നു എന്ന് സമ്മതിക്കാൻ ഇസ്രായേൽ തീർച്ചയായും തയ്യാറാവുകയില്ല. അതിൻ്റെ ലക്ഷണമാണ് നമ്മൾ നെതന്യാഹുവിൻ്റെ ഇന്നത്തെ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ സിൻസിയറായിട്ട് പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരും അമേരിക്കയുമായി എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിട്ടാണ് അങ്ങനെ ഒരു കരാറിന് അമേരിക്ക തയ്യാറായത് എന്നാണ് എൻ്റെ വിശ്വാസം. താങ്കളിലേക്ക് നവാസ് നിസാർ, ഇവിടെ ടി പി ശ്രീനിവാസൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇറാന്റെ ആണവ പദ്ധതികൾ ദിവസേന പരിശോധിക്കാൻ അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിക്ക് ഇറാൻ അനുമതി നൽകേണ്ടതുണ്ട്. ഈ ധാരണ പ്രകാരം ഇത് നയതന്ത്രപരമായ ഒരു തിരിച്ചടിയാണോ? ഒന്ന്, ഇറാന്റെ ആണവ പ്രശ്നം, ആണവ പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ അതിനുള്ള കഴിവ് സംബന്ധിച്ച തർക്കമാണോ, അതോ തികച്ചും രാഷ്ട്രീയമായ ഭിന്നതയുടെ പേരിൽ ലോകശക്തി രാഷ്ട്രങ്ങളുമായി ഇറാൻ നിരന്തരം വെല്ലുവിളി നടത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയാണോ? അത് ഒരു തരത്തിൽ രണ്ടുമാണ്. ഈ ഇറാൻ്റെ ആണവ ശക്തി ഇറാൻ്റെ ആണവശക്തി കേന്ദ്രങ്ങൾ എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം എന്നുള്ള ഒരു സമ്മതം ഇറാൻ കൊടുക്കുമ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ മുമ്പ് പറഞ്ഞ കണക്കുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് 2000 കിലോ സമ്പുഷ്ട യുറേനിയം ഉണ്ടായത് ഇപ്പോൾ 9000 കിലോ ആകുന്നു. അതുപോലെ സെൻട്രിഫ്യൂഗൽ മെഷീൻസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. കാര്യമായ ഒരു സാങ്കേതിക മുന്നേറ്റം ഇറാൻ ആണവരംഗത്ത് നടത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഊഹം ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്, ഇറാൻ ഒരു സിഗ്നിഫിക്കൻ്റായ ഒരു ത്രഷോൾഡ്, ഒരു പടി കടന്നിട്ടുണ്ട് ആണവ സാങ്കേതിക വിദ്യയിൽ. അത് ബോംബ് ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിലും. എനിക്ക് തോന്നുന്നു ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ബോംബ് ഉള്ളതിനേക്കാൾ നല്ലത് ബോംബ് ഉണ്ടായേക്കാം എന്നുള്ള സാധ്യതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ കൈവരാതെ ഇറാൻ ഇങ്ങനെ ഒരു ഡീലിന് 7 ബില്യൺ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട്. ശ്രീനിവാസ് സാർ പറഞ്ഞ പോലെ അത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം $7 ബില്യൺ വലിയൊരു എമൗണ്ട് ഒന്നുമല്ല. ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ വലിയൊരു ഭാഗം, ഒരു ചെറിയ ഭാഗം പോലും ആകുന്നില്ല $7 ബില്യൺ. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ വരികൾക്കിടയിൽ ഈ തിരക്കഥയുടെ പുറകിൽ നിഗൂഢമായ വേറെ ഏതോ ഒരു തിരക്കഥയുണ്ട്. അതിലൊരു സാധ്യത ശ്രീനിവാസൻ സാറ് പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ഡബിൾ ഗെയിം ആയിരിക്കും. രണ്ടാമത്തെ സാധ്യത ഈ ഇറാനും റഷ്യയും തമ്മിലുള്ള ഒരു ഡബിൾ ഗെയിം ആയിരിക്കും. അങ്ങനെ ഇതിനകത്ത് ഒരു നിഷ്കളങ്കമായ ഒരു ധാരണ എന്ന് തോന്നുന്ന ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ഡബിൾ ഗെയിമുകൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സൂക്ഷ്മത കലർന്ന ഒരു ശുഭപ്രതീക്ഷയ്ക്ക് മാത്രമേ ഇതിൽ വകുപ്പുള്ളൂ എന്ന്. കാരണം അങ്ങനെ ഇത്രയും കാലം വാശി പിടിച്ച, നജാദിന് മുമ്പും നജാദിന് ശേഷവും ഈ ആണവ പ്രശ്നത്തിൻ്റെ പേരിൽ വാശി പിടിച്ച ഒരു രാജ്യം തങ്ങളുടെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ദിവസേന തുറന്നു കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരുതരം തെറ്റായ രീതിയിലോ ശരിയായ രീതിയിലോ ഉള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നിരിക്കണം. അതറിയില്ല, നമുക്കറിയില്ല അത്. അപ്പോൾ പിന്നെ വേറെ ഒന്നുകൂടെ പറയാനുള്ളത്, ഇതിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ 6 മാസം കഴിഞ്ഞാൽ ഈ ധാരണ എവിടെ എത്തും എന്നുള്ളതാണ്. ഇന്ന് ഒരു പഴയ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ
ഹാഫ് ബേക്ക്ഡായ ഒരുപാട് ധാരണകളുടെ കൂടെ ഇതിങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ഈ പ്രശ്നത്തിൻ്റെ ആണവ തർക്കത്തിൻ്റെ ചൂടൽപ്പം കുറയും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വളരെ പ്രധാനപ്പെട്ടത്, ബോംബിനേക്കാൾ കൂടുതൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നത് ഇറാൻ ആണവ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യും, അന്താരാഷ്ട്ര ഈ ബ്ലാക്ക് മാർക്കറ്റിൽ, ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽപ്പന ചെയ്യും എന്നുള്ളൊരു ഭയമാണ് ബോംബിനേക്കാൾ കൂടുതൽ ഈ അമേരിക്കയെയും ഇസ്രായേലിനെയും പശ്ചിമേഷ്യയിൽ എന്തായാലും ഈ ധാരണ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയേ തീരൂ. മുൻപ് നവാസ് നിസാർ സൂചിപ്പിച്ചതുപോലെ ഇതിന് പിറകിൽ ഒരു ഡബിൾ ഗെയിമോ അല്ലെങ്കിൽ രഹസ്യമായ മറ്റു ചില ധാരണകളോ ഉണ്ടായെങ്കിൽ പോലും നമുക്കറിയാം, നേരത്തെ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയെ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരുന്നു. പുതിയ ധാരണ പ്രകാരം 3 ശാക്തിക ധ്രുവീകരണം നടന്നിരിക്കുന്നു. ഒന്ന്, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശക്തി, മറുഭാഗത്ത് സൗദി അറേബ്യ, മൂന്നാമതായി ഇറാൻ കൂടി രൂപം കൊള്ളുന്നു. എങ്ങനെ കൈകാര്യം ചെയ്യും അമേരിക്ക ഈ 3 രാജ്യങ്ങളെ? അമേരിക്ക യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഒന്ന്, അവർക്ക് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ 1979 മുതൽ നിലനിൽക്കുന്ന ശീതയുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ദി സ്റ്റൂജ് ഓഫ് സാത്താൻ എന്ന ആയത്തുള്ള ഖൊമേനിയുടെ വിമർശനം ഇപ്പോഴും നിലനിൽക്കുക. അമേരിക്കയാണ് സാത്താൻ, ആ സാത്താൻ്റെ കിങ്കരനാണ് സൗദി രാജാവ് എന്ന വിമർശനത്തെ തുടർന്ന് രൂപപ്പെട്ട ആ സൗദി ഇറാൻ ശീതസമരം. അതിനകത്ത് മതപരമായ ഘടകവും അതിനകത്തുണ്ട്. സുന്നി ഷിയ സംഘർഷത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള മറ്റ് ഘടകങ്ങളുമുണ്ട്. ഇത് ചേർന്ന് അതിശക്തമായ ഒരു ശീതയുദ്ധ മേഖലയാണ് ഗൾഫ് മേഖലയിൽ ഈ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്നത്. ആ ഗൾഫ് കടലിൻ്റെ പേര് പോലും ഇപ്പം ഗൾഫ് എന്ന് മാത്രം പറയുന്ന അവസ്ഥ വന്നു. അറബ് ഗൾഫ് എന്ന്, പേർഷ്യൻ ഗൾഫ് എന്നുള്ള വാക്ക് സൗദി അറേബ്യ ഉപയോഗിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് അറബ് ഗൾഫ് എന്നും പേർഷ്യൻ ഗൾഫ് എന്ന് പറയാതെ വെറും ഗൾഫ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആ രൂപത്തിലേക്ക് അത് വളർന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ അമേരിക്കയുടെ ഒരു നിലപാട് പ്രസക്തമാണ്. ഇപ്പോൾ താലിബാനുമായിട്ട് അങ്ങോട്ട് പോയി ചർച്ചയ്ക്ക് തയ്യാറാവുന്ന അവസ്ഥയല്ലേ നിലവിലുള്ളത്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയാണ് റുഹാനിനെ വിളിക്കുന്നത്, അതായത് റുഹാനെ അങ്ങോട്ട് പോയി വിളിക്കുകയല്ല. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഉപരോധം ഇറാൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവരുടെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ പകുതി മാത്രമേ അവർക്ക് ഇന്ന് വിപണനം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അത് ഒരു ചെറിയ രാജ്യം, വികസ്വര രാജ്യം എന്ന നിലയ്ക്ക് ഇറാന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധിയെ രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ട് അവർ പിടിച്ചു നിന്നു എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ അവർ പിടിച്ചു നിൽക്കുന്നു, പക്ഷേ അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം സിറിയൻ വിഷയവും കൂടിയാണ്. കാരണം സിറിയയിൽ കൈവള്ളിയ ഒബാമയ്ക്ക് ഇറാൻ ആണവ പ്രശ്നത്തിൽ കൂടി പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ റേറ്റിംഗ് വളരെ താഴോട്ട് പോകും. ഇപ്പോൾ തന്നെ ഫോബ്സ് മാസിക പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും ശക്തന്മാരായ ഭരണാധികാരികളിൽ ഒബാമയെ പിന്തള്ളി 1ാം സ്ഥാനത്തേക്ക് വ്ളാഡിമിർ പുടിൻ വന്നു. ഇത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു അധീശ ശക്തി എന്ന നിലയ്ക്ക് അമേരിക്കയുടെ ആഗോള ആധിപത്യം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 3 വർഷം തുടർച്ചയായിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തനായ ആൾ ഒബാമയായിരുന്നു. ഇപ്പോൾ അത് പുറകോട്ട് പോയി. തിരികെ താങ്കളിലേക്ക് ടി പി ശ്രീനിവാസൻ, ഇവിടെ ഉപരോധം നീങ്ങുന്നതോടുകൂടി ഇറാൻ്റെ എണ്ണ വ്യാപാരം ഏറെക്കുറെ പുനരാരംഭിക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് ചില മാറ്റങ്ങൾ ഇറാന് കൊണ്ടുവരാൻ കഴിയും. ഇന്ത്യക്ക് എന്ത് ഗുണമാണ് ഈ ഉപരോധ നീക്കം ഉണ്ടാകുന്നതോടെ സാധിക്കുക? ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകുമോ പുതിയ ധാരണ? ഉപരോധം ഇപ്പോൾ നീക്കുന്നില്ലല്ലോ. ഈ ഇൻ്റർനാഷണൽ സാങ്ഷൻസ്, സെക്യൂരിറ്റി കൗൺസിൽ ഇമ്പോസ് ചെയ്ത സാങ്ഷൻസിനെ പറ്റി അവരൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ വ്യത്യാസമുണ്ടാകാൻ ഇനിയും ഈ 6 മാസമെങ്കിലും സമയമെടുക്കും. നമ്മൾ ഇപ്പോഴും ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കുറവുകൾ വരുത്തേണ്ടി വന്നു. വന്നതിന് ഒരു കാര്യം അമേരിക്ക ആവശ്യപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, നമുക്ക് പണം കൊടുക്കാനുള്ള അവസരമില്ലാത്ത സ്ഥിതിവിശേഷം വന്നു. നമുക്ക് ഇറാനിന് പണം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത, കാരണം അവർ ബാങ്കിങ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്ക് പണം കൊടുക്കാനുള്ള നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടാണ് ആ പ്രശ്നമുണ്ടായത്. അപ്പോൾ ഇൻ്റർനാഷണൽ സാങ്ഷൻസ് ഈ ഇതുപോലെയുള്ള പരിപാടികൾ നിർത്തുകയാണെങ്കിൽ, സാങ്ഷൻസ് ഇല്ലാതെ വരികയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് പ്രയോജനപ്പെടും. അത് തന്നെയല്ല, നമ്മൾ ഇറാനിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന കമ്പനികൾക്ക് അമേരിക്കയിൽ പ്രവർത്തിച്ചുകൂടാ എന്നുകൂടി ഒരു ചട്ടം വന്നിട്ടുണ്ട്. അത് നമ്മുടെ പല കമ്പനികളെയും വളരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലൊരു ബ്രേക്ക് ത്രൂ വന്നാൽ, ഒരു പുരോഗതി ഉണ്ടായാൽ അത് തീർച്ചയായും ഇന്ത്യയെ സഹായിക്കും. പിന്നെ ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്, ഈ യൂണിപോളാർ വേൾഡിൽ നിന്ന് മൾട്ടിപോളാർ വേൾഡിലേക്ക് മാറുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ ലോകം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത് കഴിയുമായിരുന്നു, പക്ഷേ അതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് സിറിയ.
ഇപ്പോൾ ഇറാൻ രണ്ടാമത്തേതാണ്. കാരണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്താം എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ടി പി ശ്രീനിവാസൻ സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ്. നവാസ് നിസാറിലേക്ക് അവസാനമായി. നവാസ് നിസാർ, ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് കൂടി ഇറാന്റെ ഈ പുതിയ നീക്കം, ഇറാന്റെ ഉപരോധ കാര്യത്തിലെ പുതിയ നീക്കം നയിക്കാൻ സാധ്യതയുണ്ട്. സുന്നി ഷിയ സെക്ടേറിയനിസം പശ്ചിമേഷ്യയിൽ കൂടുതൽ രൂക്ഷമാകാനല്ലേ സാധ്യത? പശ്ചിമേഷ്യയിലെ ഈ സെക്ടേറിയനിസം അവിടെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിലെ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ സെക്ടേറിയനിസത്തേക്കാൾ കൂടുതൽ, ഞാൻ നേരത്തെ ഡോക്ടർ വിൻസെൻ്റ് പറഞ്ഞതിനോട് യോജിക്കുകയാണ്, സെക്ടേറിയനിസത്തേക്കാൾ കൂടുതൽ ഇത് പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തെയാണ്, ജിയോ പൊളിറ്റിക്സിനെയാണ് കൂടുതൽ ബാധിക്കുക. കാരണം ഈ സൗദി അറേബ്യക്ക് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മാത്രം ഒരു സുന്നി ഷിയ തർക്കം ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഈ ഷിയാക്കൾക്ക് മുൻതൂക്കം കിട്ടും എന്നാണ് താങ്കളുടെ ചോദ്യത്തിലുള്ള സെക്ടേറിയനിസം എന്നുള്ള ആ ഒരു പ്രയോഗത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഷിയാക്കൾക്ക് ഒരു മുൻതൂക്കം കിട്ടുന്ന സമയമാണിത്. ഇറാൻ്റെ മേലുള്ള ഉപരോധത്തിൻ്റെ അളവ് കുറക്കുന്നു അല്ലെങ്കിൽ അയവ് വരുത്തുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഷിയാക്കളോട് തർക്കിക്കുന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ സുന്നികൾ പോകും എന്ന്, പശ്ചിമേഷ്യയിലെ സുന്നി രാഷ്ട്രങ്ങൾ പോകും എന്ന് വിശ്വസിക്കാൻ തരമില്ല. പ്രത്യേകിച്ച് ലോകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം ഇടപെട്ടിട്ടാണ് ഈ ഉപരോധത്തിലെ അയവും ഇളവും വരുത്തുന്നത്, എത്ര തന്നെ കുറവാണെങ്കിലും. അപ്പോൾ ഈ ഒരു പൊട്ടിത്തെറി ഏതായാലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരുതരം ചെസ്റ്റ് ബീറ്റിംഗ് അല്ലെങ്കിൽ ഒരുതരം തലയുയർത്തി പിടിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രോങ് ബോഡി ലാംഗ്വേജ് ഷിയാക്കളുടെ. നവാസ് നിസാർ, നന്ദി. സാങ്കേതിക തകരാറുണ്ട്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട് സമയക്കുറവ് മൂലം. വളരെയധികം നന്ദി ഡോക്ടർ പി ജെ വിൻസെൻ്റ്, നവാസ് നിസാർ, ടി പി ശ്രീനിവാസൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.